കൊച്ചിയിൽ കോറോ ഹെൽത്തിൽ കൂട്ടപ്പിരിച്ചുവിടൽ സാഹചര്യത്തിൽ ഇപ്പോൾ അവിടെ ഒരു ചെറിയ തർക്കം കൂടി ഉണ്ടാവുകയാണ്. ഡിവൈഎഫ്ഐ നേതാക്കൾ അവിടെ വാതിൽ തുറക്കാൻ ശ്രമിച്ചു. ജീവനക്കാരെ അകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പോലീസും നേതാക്കളും തമ്മിൽ തർക്കമുണ്ടായിട്ടുണ്ട്. അരുൺ ശങ്കർ ഉണ്ട്. അരുൺ, എന്താണ് ഇപ്പോൾ നടക്കുന്നത്? പിരിച്ചുവിടപ്പെട്ട കോറോ ഹെൽത്തിലെ ജീവനക്കാർ രാവിലെ മുതൽ ഓഫീസിൽ പുറത്തായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടാക്കിയ ധാരണ പ്രകാരം തിങ്കളാഴ്ച ഓഫീസിൽ കയറ്റും എന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ തിങ്കളാഴ്ച എത്തിയപ്പോൾ ഓഫീസ് പൂട്ടി ജീവനക്കാരെ പുറത്തു നിർത്തി. ഇതിനെ തുടർന്ന് വലിയ പ്രതിഷേധം ഉണ്ടായി. നിരവധി തൊഴിലാളി സംഘടനാ നേതാക്കളും അതോടൊപ്പം തന്നെ CPM, DYFI തുടങ്ങിയ സംഘടനാ നേതാക്കന്മാരൊക്കെ ഇവിടെ എത്തി ഒരുപാട് ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ജീവനക്കാർ ഒരു വിധത്തിലും അകത്തേക്ക് കയറ്റില്ല എന്നുള്ള നിലപാടാണ് എടുത്തത്. ഇത് സമാന്തരമായിട്ട് ലേബർ കമ്മീഷണർ വിളിച്ച യോഗത്തിൽ ജീവനക്കാരുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്നുമുണ്ട്. അതിനിടയിലാണ് DYFI നേതാക്കൾ ഇവിടെ എത്തി ജീവനക്കാരെ അകത്ത് കയറ്റാനുള്ള ശ്രമം നടത്തിയത്. ആദ്യം അവർ ഓഫീസ് സ്പേസിലേക്ക് ഓഫീസിൽ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലേക്ക് ജീവനക്കാരെ കയറ്റാൻ അനുവദിച്ചു. എന്നാൽ ജീവനക്കാർ പ്രവർത്തിക്കുന്ന വർക്ക് സ്പേസിലേക്ക് അവരെ കയറ്റാൻ അനുവദിച്ചില്ല. ഇതിനെ തുടർന്നാണ് തർക്കമുണ്ടായത്. പോലീസും ഈ സമയം സ്ഥലത്തെത്തി. പോലീസും ഈ ജീവനക്കാരകത്തേക്ക് കയറ്റിവിടാൻ അനുവദിച്ചില്ല. ഇതിനെ തുടർന്നാണ് തർക്കം ഉണ്ടായത്. ഇപ്പോൾ 2-3 ജീവനക്കാരെ ഈ വർക്ക് സ്പേസിലേക്ക് കടത്തിവിട്ടിട്ടുണ്ട്. അവരോടൊപ്പം DYFI നേതാക്കളായ VK സനോജും വസീഫും കയറിപ്പോയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ചർച്ച നടക്കുകയാണ്. ജീവനക്കാരെ ഓഫീസിനുള്ളിൽ തുടരാൻ അനുവദിക്കണം എന്നുള്ളതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. കാരണം പൊരുവേലത്താണ് അവർ പുറത്തു നിൽക്കുന്നത്. ചർച്ചകൾ നടന്ന് തീരുമാനമാകുന്ന മുറയ്ക്ക് മറ്റു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷേ ഈ ഘട്ടത്തിൽ അവരെ വെയിലത്തല്ല നിർത്തേണ്ടത്. അവർക്ക് ഓഫീസിൽ ഇരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്നൊരു ആവശ്യമാണ് DYFI നേതാക്കൾ ഉന്നയിച്ചത്. എന്തായാലും അവരിപ്പോൾ ഓഫീസിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. പക്ഷേ അവർ ഇരിക്കുന്ന സ്പേസുകളിലേക്ക് പോകാൻ ഇപ്പോഴും കമ്പനി അധികൃതർ അറിയിച്ചിട്ടില്ല. പോലീസും അതിന് തടസ്സം നിൽക്കുകയാണ്. ഈ വസീഫ് ഉൾപ്പെടെയുള്ള DYFI നേതാക്കൾ, VK സനോജ് ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട്. ചില ജീവനക്കാരെ വർക്ക് സ്പേസിലേക്ക് കയറ്റിയിട്ടു. പക്ഷേ ഇപ്പോൾ ആ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല.